വലിയ തുക ലോൺ എടുക്കുന്ന പാർട്ടി അംഗങ്ങൾ അനുമതി വാങ്ങണമെന്ന് CPIM പ്രവർത്തന റിപ്പോർട്ടിൽ നിർദ്ദേശം. സഹകരണ ബാങ്കുകളിൽ നിന്ന് വലിയ തുക ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തത് ശരിയല്ല. ഇത് പല ബാങ്കുകളെയും പ്രതിസന്ധിയിലാക്കി. വലിയ തുക ലോൺ എടുക്കുന്നവർ ഉപരി കമ്മിറ്റിയുടെ അനുമതി വാങ്ങണമെന്നും റിപ്പോർട്ടിലുണ്ട്. അരുൺരാജ് കൊല്ലത്തും ചെയ്യുന്നു. അരുൺ, ഈ CPIM നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കുകളടക്കം വലിയ പ്രശ്നങ്ങൾ, വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അതുകൂടി കണക്കിലെടുത്താണോ ഈ ലോൺ എടുക്കുന്നതിന് മുമ്പ് അനുമതി എന്ന നിർദ്ദേശത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? തീർച്ചയായും സുഹൈൽ, സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടടക്കം കണ്ടെത്തുന്നു. ഇതിന് പിന്നാലെ സാമ്പത്തികമായി വലിയ സഹകരണ സംഘങ്ങളടക്കം തകർച്ചയിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട CPIM നേരത്തെ തന്നെ ഓരോ ജില്ലാ കമ്മിറ്റിയുടെയും കേന്ദ്രത്തിൽ പരിശോധന ആരംഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനാ റിപ്പോർട്ട് അടക്കം CPIM സംസ്ഥാന കമ്മിറ്റിക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇതാണ് ഇന്ന് പ്രതിനിധി സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടായി അവതരിപ്പിച്ചത്. ഈ പ്രവർത്തന റിപ്പോർട്ടിലാണ് ഈ വലിയ തുക ലോൺ എടുക്കുന്നവർ ഇനി മുതൽ അനുമതി വാങ്ങണം, അത് ഉപരിഘടകത്തിന് അനുമതി വാങ്ങണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ പ്രവർത്തന റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത്. സഹകരണ ബാങ്കുകളിൽ നിന്ന് വലിയ തുക ലോൺ എടുത്തിട്ട് പാർട്ടി അംഗങ്ങൾ തിരിച്ചടയ്ക്കാത്തത് ശരിയല്ല. ഇത് പല ബാങ്കുകളെയും കടക്കണിയിലാക്കിയിട്ടുണ്ട്. വലിയ പ്രതിസന്ധി തന്നെ ബാങ്കുകൾക്കുണ്ട്. ഇനി ഇത്തരത്തിൽ ലോൺ എടുക്കുന്നവർ ഉപരി കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി തന്നെ ഈ ലോൺ എടുത്താൽ മതി എന്നതാണ് നിലവിൽ CPIMന്റെ പ്രവർത്തന റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത് പ്രവർത്തന റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്മേൽ നാളെ ചർച്ച നടക്കും. ഈ ചർച്ചയിൽ കൂടുതൽ അംഗങ്ങൾ ഇക്കാര്യങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളടക്കം തേടാനുള്ള സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും CPIM സഹകരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ പാർട്ടി അംഗങ്ങൾക്കുള്ള നിർദ്ദേശത്തിന്റെ രൂപത്തിലാണ് ഈ പ്രവർത്തന റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത്. അരുൺ രാജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.